ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും ബാലഗോപാലൻ മീരയുടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞതിന് ശേഷം തന്നെ മീരമോളെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എനിക്ക് അങ്കിളുടെ മനസ്സിലായില്ലല്ലോ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പിഷാരടിയുടെ മോളല്ലേ, എനിക്കറിയാം, പിഷാരടിയും ഞാനും ഒരുമിച്ച് തന്നെ പഠിച്ചതാണെന്ന് പറയുന്നുണ്ട്. അച്ഛനെ അറിയോ? പിന്നെ ഇപ്പോൾ ഞാൻ അവിടുന്ന് അമ്പലത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ അങ്കിൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും വയ്യ, അവൾക്ക് തീരെ കിടപ്പിലായിരുന്നു. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ സമയത്ത് അവളൊന്ന് വീണു. ഇപ്പോൾ വീട്ടിനകത്തുണ്ട്, ഒന്ന് വന്ന് നോക്കുമോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അങ്കിൾ, ഞാനെങ്ങനെയാണ്, മോൾ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ ടാക്സി വിളിക്കാം, എൻ്റെ കൂടെ വന്നിട്ടൊന്ന് നോക്കിയിട്ട് പോരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പിഷാരടി പറഞ്ഞു, മോൾ ഇവിടെ ഉണ്ടാവും, അതാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലഗോപാലൻ. എന്തായാലും ഇത് വലിയൊരു ചതിയാണ് കേട്ടോ. അതിനുശേഷം തന്നെ മീര, എന്തായാലും നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും മീരയും കൂട്ടിക്കൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. മീരയുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് തന്നെയാണല്ലോ എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി പോകുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. പിന്നീട് വീണ്ടും തന്നെ ബാലഗോപാലൻ എന്തായാലും സന്തോഷമായി. താൻ തേടി വെള്ളി കാല് ചുറ്റി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അവസ്ഥ. പിന്നീട് ദക്ഷയും അതുപോലെ തന്നെ കൺമണിയും കൃഷ്ണയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ദക്ഷ വന്നിട്ട് കൺമണിയോട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഒരു 10 വർഷത്തേക്ക് ഈ 3 പേരും പുറംലോകം കാണില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വിവാഹവും എല്ലാം നടക്കട്ടെ, അവരുടെ ശല്യം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. മുറിവേറ്റ പാമ്പുകളെ പോലെയാണ് അവരുടെ അവസ്ഥ. അതിനുശേഷം തന്നെ ഇറങ്ങിയാൽ വലിയ ഉപദ്രവകാരികളായിരിക്കും, പക്ഷെ അതിൻ്റെ മുന്നിൽ നിങ്ങൾ ഒന്നാവണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പൊന്നമേട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് ദക്ഷമേട എന്ന് പറയുന്നുണ്ട്. അവിടെ നല്ല പ്ലേസ് ആണല്ലോ, നല്ല തണുപ്പുണ്ട്. എന്താ, കല്യാണത്തിൻ്റെ മുന്നേ ഒരു ഹണിമൂൺ ആകാൻ തീരുമാനിച്ചോ രണ്ടുപേരും? അതൊന്നല്ല, അവിടുത്തെ ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾക്കൊരു വഴിപാടുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ എത്തണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് സമാധാനമായിട്ട് പോയിട്ട് വരൂ, കല്യാണം എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മേഡത്തിന് കുടുംബസമേതം ഞങ്ങൾ ഒഫീഷ്യലായിട്ട് വിളിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് പറയാം കേട്ടോ ദക്ഷയോട്. തീർച്ചയായും എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മാരേജിന് ഞങ്ങൾ പങ്കെടുത്തിരിക്കും എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്ത് കൃഷ്ണ അവിടെ നിൽക്കൂ, ഒരു കാര്യം പറയാനുണ്ട്. കൃഷ്ണ ഒരു അനിയത്തി മാത്രമല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മാഡം, എനിക്കൊരു ഏട്ടനും കൂടി ഉണ്ടെന്ന് പറയുന്നു. പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ എന്ന് പറയുന്നുണ്ട്. എന്താ മാഡം ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചതാണെന്ന് ദക്ഷ പറയുന്നുണ്ട്. പക്ഷേ ദക്ഷയ്ക്ക് വേറെ എന്തോ സംശയത്തിൻ്റെ നിഴലിലാണ് കേട്ടോ ആ ഒരു ചോദ്യം അവിടെ വന്നത്. അതിനായിട്ട് തന്നെ സുമിത്രയാണെങ്കിലോ ആ 2 ഗുണ്ടകൾ ചേർന്നിട്ടാണല്ലോ ബലരാമൻ ഇങ്ങനെ ചെയ്തത്. അവർ പറയുന്നുണ്ട്, മാഡം അധിക സമയം ഈ ചോര വാർന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും, ഉടനെ ഡോക്ടർ എത്തിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ, പെട്ടെന്ന് തന്നെ വരുമെന്ന് പറയുന്നു. ആ സമയത്തിൻ്റെ മീരയും കൊണ്ട് ബാലഗോപാലൻ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, മോൾ വായോ, ഇവിടെ തന്നെയാണ് വീട്, എന്നാലും ബാഗൊക്കെ ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു എളിമയുള്ള ഒരു മനുഷ്യരെ പോലെ തൻ്റെ ബാഗൊക്കെ പിടിച്ച് അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയ്യോ, ഇതാരാന്ന് മനസ്സിലായോ സുമിത്ര? ഇതാണ് പിഷാരടിയുടെ മോള്, എൻ്റെ കൂട്ടുകാരൻ്റെ. ബാലു പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ. എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഇങ്ങനെ കുത്തേറ്റ് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവനും അവൻ്റെ അനിയത്തിയും കൂടി ചേർന്ന് കളിച്ച സമയത്ത് സംഭവിച്ചതാണ് മോളെ, ഇത് എന്ത് ചെയ്യാനാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും മീരയ്ക്കൊരു സംശയം, നിങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഭാര്യയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടല്ലേ, ഇപ്പോൾ ഇങ്ങനെയൊന്നല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്, ഇത് കുത്തേറ്റതാണല്ലോ, ഇത് പോലീസ് കേസാക്കണം. എന്തായാലും ഞാൻ എന്തായാലും ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കാൻ പോവുകയാണ്. വേണ്ട മോളെ, ഇവളുടെ സൈക്കോ ആണ്, അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് പെട്ടെന്ന് തന്നെ ഈ മനസ്സിന് സമനില തെറ്റുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ പോലീസ് കേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ മോളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലേ, അതുകൊണ്ട് അതൊന്നും വേണ്ട. മോൾ എന്തായാലും ഇവനെ ഒന്ന് ചികിത്സിക്കണം, ഞങ്ങൾ കാല് പിടിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞ് കെഞ്ചി അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ വേറെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയുമില്ല. പിഷാരടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ കൊണ്ട് എന്തായാലും ഇത് ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നു. മോളൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് എളിമയുള്ള 2 മനുഷ്യരെ പോലെ സംസാരിക്കുന്നു. ആ സമയത്ത് തന്നെ ഞാൻ നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ ബലരാമനെ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് മെഡിക്കൽ ടൂൾസൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇതാ ഇപ്പോൾ എത്തിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മീരയോട്. അതിനുശേഷം തന്നെ അമ്മായിമാരെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്ന് കാണണമായിരുന്നു അവിടുത്തെ അഴി. വരുൺ എന്തായാലും ചമ്മി നാറിപ്പോയി. ഇനി എന്തായാലും ജീവപര്യന്തം ഒരു 10-12 വർഷത്തേക്ക് അവരെ ഈ സ്ഥലത്തേക്ക് നോക്കണ്ട. ഇനി കൺമണിയുടെയും കൃഷ്ണൻ്റെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവർ തിരിച്ചിറങ്ങിയാൽ മതി എന്ന് പറയുന്നു. ഇപ്പോഴാണ് സന്തോഷമാവുന്നതെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങളിങ്ങനെ സന്തോഷിക്കാതെ, കൺമണി മോള് രാവിലെ പോയതല്ലേ, ഇപ്പോൾ ഇതുവരെ കാണാനില്ല, എന്തായാവോ,
ഏട്ടൻ അവളെക്കുറിച്ച് വിഷമിക്കേണ്ട, ക്രിഷ് സാറ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ക്രിഷും കൺമണിയും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തായി മോളെ, എല്ലാം പറഞ്ഞതുപോലെയായി. അവർക്ക് വേണ്ട ശിക്ഷ എന്തായാലും ദക്ഷാമേടം വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ഇനി സാഗർ കൃഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കൺമണിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴത്തേനും, എന്തായി മോനെ, ബലരാമൻ ഇന്ന് ദുബായിലേക്ക് തിരിച്ചു പോവുകയാണെന്നല്ലേ പറഞ്ഞത്, ഇത്തിരി സമയമായിട്ട് അവനെ കാണാനും കൂടെ ഇല്ലല്ലോ എന്ന് പറയുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏട്ടൻ എന്തായാലും എന്നെയും വിളിച്ചിട്ടില്ല അച്ഛാ, എന്തെങ്കിലും കാര്യം തിരക്കിലായിട്ടുണ്ടാവും. പിന്നെ മോനെ, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മോൻ ഒരു കാര്യം ചെയ്യും, അവൻ്റെ അനിയത്തിയില്ലേ ഭാഗ്യശ്രീ, അവളെ ഒന്ന് വിളിച്ചു നോക്ക്. അവളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല അച്ഛാ, പക്ഷെ കൺമണിയുടെ കയ്യിലുണ്ട്. ഞാൻ അവളെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് വിവരം പറയണേ എന്ന് പറയുന്നു കേട്ടോ. കൺമണിയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. കൺമണി, ഏട്ടനെ വിളിച്ചാൽ കിട്ടുന്നില്ല, ഭാഗ്യശ്രീയുടെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടല്ലോ, അവളെ ഒന്ന് വിളിച്ചിട്ട് ഏട്ടൻ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയണം. പിന്നെ തിരിച്ച് വിളിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു, ഒന്നും കൂടി പറയണമെന്ന് പറയുന്നു. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ക്രഷ് അങ്ങോട്ട് മടങ്ങി പോകുന്നതായിട്ടോ കാണിക്കുന്നത്. പിന്നെ ഭാഗ്യശ്രീയെ കൺമണി വിളിക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുകയാണ്. കാരണം അറിയാലോ, ആൾ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്, ഫോണെല്ലാം സുമിത്ര ഓഫാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ബലരാമനത്തിനെ കാണിക്കുന്ന കേട്ടോ. അങ്ങനെ മീരയാണെങ്കിൽ ബലരാമന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇപ്പം ഇനി ടെൻഷനല്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ ബോധം തെളിയെന്ന് പറയുന്നുണ്ട്. അതെന്താ മോള് എന്തായാലും അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ എന്തേ പറയുന്നത്? ഇതെന്തായാലും പോലീസ് കേസ് ആക്കണം. ഞാൻ എനിക്ക് അറിയുന്ന പോലീസിനെ വിളിക്കാം. ഞങ്ങൾ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കരുത് മോളെ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും പറ്റില്ല, ഞാൻ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ബലരാമൻ്റെ ഈ ബോധം തെളിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂറോട് തെളിയുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്താടി പണി കാണിച്ചതെന്ന് വെച്ചിട്ട് അവിടുത്തെ ടൂൾസ് കൊണ്ട് മീരയുടെ കഴുത്തിന് കയറ്റി പിടിക്കുകയോ ചെയ്യുന്നത്. സുമിത്ര, മര്യാദയ്ക്ക് നിന്നോ, ഞങ്ങൾ പറഞ്ഞതനുസരിക്കോ. എളിമയോടുകൂടി ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളെങ്ങനെ വട്ടം കറക്കാൻ തീരുമാനിച്ചോ? ഇതാണ് ഞങ്ങളുടെ ശരിക്കുള്ള മുഖം. നീ എന്താ വിചാരിച്ചേ, ഞങ്ങളെ കളിപ്പിക്കുക എന്നുള്ളതോ? നടക്കില്ല. ഇവൻ എണീറ്റ് കഴിഞ്ഞ് ഇവനൊരു കുഴപ്പമില്ല എന്നറിഞ്ഞതിന് ശേഷം നിന്നെ ഞങ്ങൾ വിട്ടയക്കുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകണം. നാളെ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പറയുന്നു. മോളുടെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണല്ലേ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? പിഷാരടി പറഞ്ഞു. ഇല്ല, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടല്ല. ആയിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സൊന്നും ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. നിനക്കപ്പോൾ ബുദ്ധിയുണ്ടല്ലേ? നീ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, നിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, വേറെ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇന്നും നാളെയും നീ വീട്ടിലേക്ക് ചെല്ലില്ല എന്ന് നിൻ്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞേക്ക്. ആ ഫംഗ്ഷൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞേക്കെന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞിറങ്ങിയപ്പോൾ കൊന്നുകളയെന്ന് പറഞ്ഞ് സുമിത്ര ഭീഷണിപ്പെടുത്താട്ടോ മീരയെ. ആ സമയത്ത് തന്നെ മീര വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഇന്നൊരു എമർജൻസി കേസുണ്ട്, നാളെയാണെങ്കിലോ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓപ്പറേഷനും കൂടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് നാളെ അങ്ങോട്ട് വരാൻ പറ്റില്ല. ആ ഒരു ഫംഗ്ഷൻ മാറ്റി വെക്കുന്നത് അവരെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാനൊരു ഡോക്ടറല്ലേ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു മീര വിളിച്ച് പറയുന്നു കേട്ടോ. നീ ഒരു മിടുക്കിയാണ്, ഇപ്പം കണ്ടില്ലേ? ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അനുസരിക്കേണ്ടവരനുസരിച്ചല്ലോ. മിടുക്കി, എന്തായാലും നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീരയെ അവിടെ പിടിച്ചെടുത്തുന്നുണ്ട്. എന്തായാലും ബലരാമൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് മീരയെ തന്നെയായിരിക്കും. എന്തായാലും അതിലൂടെ തന്നെ അവരുടെ പ്രണയം പൂവണിയുകയും ചെയ്യും. അതിനുശേഷം വീഡിയോ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണ കേട്ടോ. കൃഷ്ണാണെങ്കിലോ ബലരാമനെ തിരഞ്ഞുകൊണ്ട് വരികയാണ്. ഏട്ടാ എന്ന് വിളിക്കുന്ന സമയത്ത് അവിടേക്ക് ഭാഗ്യശ്രീ അത് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭാഗ്യശ്രീ കൃഷ്ണനോട് പറയുകയും അല്ലെങ്കിൽ ഈ വിവരം കൃഷ്ണ അറിയുകയോ ചെയ്യുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നു.